വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ശരി, ഞാൻ വിചാരിച്ച ഞാൻ മൈക്ക് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൈക്ക് എടുത്ത് ഒരിക്കൽ സലാം മടക്കുകയും വിഷയം തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടക്കാണ് ഇപ്പോൾ വീണ്ടും കാവൽ ഉസ്താദ് തന്നെ മൈക്ക് എടുക്കുന്നത് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പോ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കറക്റ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോ എന്താ ചെയ്യാ, വൈലറ്റ്സിന്റെ ഒരു രൂപമായിരിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക്. ഏതായിരുന്നാലും ഹദീസിന്റെ റിപ്പോർട്ടറായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അഥവാ സുബൈർ അള്ളാഹുവിന്റെ മകൻ, ആ മകന്റെ മക്കള് ആ മക്കളിൽപ്പെട്ട ചിലര് ബനി സുബൈറെ, സുബൈർ റളിയല്ലാഹു ആവുന്ന വല്ലിപ്പുണ്ടല്ലോ, ആ വല്ലിപ്പയുടെ മക്കളിൽപ്പെട്ട ചിലരെ കാണാറുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. ആരാണ് ആ വല്ലിപ്പയുടെ മക്കള്? ഹുബൈബിൻ, ഹുബൈബ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ബാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ചിലരെ കാണാറുണ്ട്. വലഹു യൗമഇദിൻ, ആ അവസരത്തില് പിന്നെ ആർക്കുണ്ട്? ആ അവസരത്തിൽ ഉണ്ടായിരുന്നു 9 ബനീന വ 9 ബനാത്തിൻ, 9 ആൺകുട്ടികളും 9 പെൺകുട്ടികളും. സ്ഥലങ്ങളെ കൂടാൻ വേണ്ടിയിട്ട് കൂടുതലാ വേണ്ടിയെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ? 9 9 എത്രയായി? 18ആയല്ലോ. 18 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഹുബൈബ് പിന്നെ സുബൈർ വന്നിട്ട്. അപ്പൊ സന്താനങ്ങൾ എണ്ണം കൂട്ടുക എന്ന് പറയുന്നത് അത് പ്രോത്സാഹനജനകമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കേട്ടോ? പിന്നെ 18 കുട്ടികളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നി ഉബാഹി ബിക്കുമുൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മറ്റ് ഉമ്മത്തുകളുടെ ഇടയിൽ ഞാൻ നിങ്ങൾ അധികമുള്ളത് കൊണ്ട് ഞാൻ സന്തോഷവാനാകും, ഞാൻ സന്തോഷം പ്രകടിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടായിട്ടുണ്ട്. അപ്പോ എണ്ണം കൂടുക, ഉമ്മത്തിൽ എണ്ണം കൂടുക എന്ന് പറയുന്നത് ഏതാണ്? പ്രത്യേകം മത്ലൂബാണ് എന്ന് കൂടി ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഉണ്ടായിരുന്ന 18 കുട്ടികൾ, 9 ആൺകുട്ടികളും പിന്നെ 9 പെൺകുട്ടികളും, 9 ആൺമക്കളും 9 പെൺമക്കളും അല്ലേ? അബ്ദുല്ലാഹിബ്നു സുബൈർ പറയാണ്, ഫജഅല യൂസിനി ബിദൈനിഹി, അങ്ങനെ കടം വീട്ടാൻ വേണ്ടി എന്നോട് വസിയത്ത് ചെയ്യാറുണ്ട്. ആര്? ഉപ്പ. വയഖൂലു, അങ്ങനെ പറയും, യാ ബുനയ്യ ഇൻ അജസ്ത, ആര്? ആല ഹിഷാം എന്ന് പറഞ്ഞിട്ട് ഫജഅല യൂസിനി, അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, ഫജഅല യൂസിനി ബിദൈനിഹി, അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടി, സുബൈറുള്ളാഹിന്റെ കടം വീട്ടാൻ വേണ്ടി എന്നോട് പറയാറുണ്ട്, വസിയത്ത് ചെയ്യാറുണ്ട്. വയഖൂലു, എന്ന് പറയും, യാ ബുനയ്യ ഇൻ അജസ്ത അൻ ഷൈഇൻ മിൻഹു. ഇതാ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താണത്? അതിപ്രധാനമായ കാര്യം. സുബൈർ റളിയല്ലാഹു പറയാണ് മകനോട്, എന്റെ കടത്തിൽ നിന്ന് എന്തെങ്കിലും വീട്ടാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നാൽ ഫസ്തഇൻ അലൈഹി ബിമൗലായ, എന്റെ മൗലയെ കൊണ്ട് ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് നീ സഹായം തേടണം. എന്റെ മൗലയെ കൊണ്ട് എന്നാണ് പറഞ്ഞത്. ആര്? ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു പറയുന്നു, എന്റെ കടം പെട്ടെന്ന് എന്റെ കടം മുഴുവനായിട്ട് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ മൗലയെ കൊണ്ട് നിങ്ങൾ സഹായം തേടണം. മൗലയെ കൊണ്ട് സഹായം തേടിയിട്ട് കടം വീട്ടണം. അപ്പൊ മൗല തരും കടം വീട്ടാനുള്ളത്. മൗല ആരാണ്? മൗല ആരാണ്? അത് ഇനി പറയും കേട്ടോ. ബിസ്മില്ല DND ഇട്ടിട്ടുണ്ടല്ലോ. ബിസ്മില്ലയിലേക്ക് എന്ത് വരുന്നില്ല? മെസ്സേജ് വരുന്നില്ല കേട്ടോ.
ശരി, ബിസ്മില്ല കേൾക്കുന്നുണ്ടെങ്കിൽ ഡേണ്ടി ഒഴിവാക്കണം. പിന്നെ അപ്പോ സുബൈർ അല്ലാഹു മകനോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കടം വീട്ടാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മൗലയോട് സഹായം തേടണം. ഇതിപ്പോ എപ്പോഴാണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരണം നടത്തി, സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായി, ഉമർ റളിയല്ലാഹു പിന്നെ ഭരണം നടത്തി, ഉമർ റളിയല്ലാഹു രക്തസാക്ഷിയായി, ഉസ്മാൻ റളിയല്ലാഹു ഭരണം നടത്തി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും രക്തസാക്ഷിയായി. അതിന്റെ ശേഷം ആണ് ഇവിടെ എന്തുള്ളത്? അലി റളിയല്ലാഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജമൽ യുദ്ധം വരുന്നത്. ഈ ജമൽ യുദ്ധത്തിലാണ്, ജമൽ യുദ്ധത്തിന്റെ വേളയിലാണ് സുബൈർ റളിയല്ലാഹു മകനെ വിളിച്ച ഈ വിഷയം പറയുന്നത്. അങ്ങനെ കടം വീട്ടാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ, കടം കൂടുതലാണ്, കടത്തിന്റെ ആളുകൾ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ എന്റെ മൗലയോട് സഹായം തേടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ്, താല ആര് പറയുന്നു? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു പറയുന്നു, ഫവല്ലാഹി മാ ദറൈതു, അതുവരേക്കും അല്ലാഹു സാക്ഷിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, മാ അറാദ്, സുബൈർ റളിയല്ലാഹു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. വല്ലാഹി ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് സുബൈർ റളിയല്ലാഹു ഉദ്ദേശിച്ചത്. മൗല എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ യജമാനോട് കടം വീട്ടാൻ വേണ്ടിയിട്ട് സഹായം തേടണമെന്നാണ് സുബൈർ റളിയല്ലാഹു പറഞ്ഞത്. ആ യജമാൻ ആരാണ് എന്ന് എന്താക്കിയില്ല, ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാവും? അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു പറയുന്നത് എന്താ? മൗലയോടെന്ന് പറഞ്ഞപ്പോ ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ ആരാണ് മൗലാന്ന്? മൗല ഒരാൾ മാത്രമാണെങ്കിൽ, സഹായം തേടാൻ പറ്റിയ ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പറഞ്ഞ വാക്കിൽ തന്നെ എന്ത് മനസ്സിലാക്കണം? മൗലത്താൾ തന്നെ ഉള്ളൂ, അയാളോട് മാത്രം സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയണം. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു ചോദിക്കുകയാണ്, മനസ്സിലായി. പിന്നെ പറയാണ്, വല്ലാഹി അല്ലാഹു സാക്ഷിയാണ്, മാ ദറൈതു, ഞാൻ അറിഞ്ഞിട്ടില്ല, മാ അറാദ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു ഉപ്പയായ സുബൈർ റളിയല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹത്താ ഖുൽതു, എത്രത്തോളം ഞാൻ പറഞ്ഞു, ഏതുവരേക്കും? ഞാൻ ചോദിക്കുന്നവരേക്കും, യാ അബത്തി മൽ മൗലാക്, ഉപ്പ ആരാണ് നിങ്ങളുടെ മൗല, ആരാണ് നിങ്ങളുടെ മൗല എന്ന് ഞാൻ ചോദിച്ചപ്പോ ഖാല അല്ലാഹു, അല്ലാഹുവാണ് എന്റെ മൗല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവാണ് മൗല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുനോട് ചോദിച്ചു. ഇനി അള്ളാഹു അല്ലാത്ത വേറെ ആരുടെയും പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും മൗലയായിട്ട് സ്വീകരിക്കുകയായിരുന്നുവെങ്കിൽ അയാളോട് ചോദിക്കേണ്ടി വരും. അത് ചോദിക്കൽ അനുവദനീയമാണ് എന്ന് ഇതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. വല്ലാഹി മാ ദറൈതു മാ അറാദ്, ആരാണ് ഉപ്പ മൗല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും മൗല ഒന്നിലധികം ഉണ്ടാവാം. ഹഖീഖിയായ മൗല ഒന്ന് മാത്രമാണ്, അത് അല്ലാഹുവാണ്. ഹഖീഖി അല്ലാത്ത മൗല മജാസി, പിന്നെ മജാസിയായ മൗല പല മൗലമാരുണ്ടാവാം. എല്ലാ മുഅ്മിനീങ്ങളും മൗലകൾ തന്നെയാണ്, അല്ലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ, ഇന്നമാ വലിയുക്കുമുല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്, വറസൂലുഹു വല്ലദീന ആമനു, അല്ലാഹുവിന്റെ റസൂലുമാണ്, സത്യവിശ്വാസികളും നിങ്ങളുടെ മൗലന്മാർ തന്നെയാണ്. അപ്പോ ഈ മൗലയിൽ നിന്ന് ഒന്നാം നമ്പർ ഹഖീഖിയായ മൗല ആരാ? അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ആര് പറഞ്ഞു? സുബൈർ റളിയല്ലാഹു പറഞ്ഞു. അപ്പോ അതല്ലാത്ത മറ്റു മൗലന്മാരെയും ഉദ്ദേശിക്കുന്നതിന് വിരോധമില്ല എന്ന് ഏതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്? വല്ലാഹി മാ ദറൈതു മാ അറാദ്, മൗല എന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ അറിയില്ല. മൗല ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ മാ ദറൈതു മാ അറാദ് എന്ന് പറയേണ്ടതില്ലല്ലോ. ആരാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ അറിയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ആരാണ് ഉദ്ദേശിച്ചെന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് വന്നു? മൗല ഒന്നിലധികം ആവാം. ഹഖീഖിയായ മൗലയും ഹഖീഖി അല്ലാത്ത മൗലയും മൗലമാര് തന്നെയാണ്. ആ നിലക്ക് മൗലയിൽ നിന്ന് ഏത് മൗലനെയാണ് ഉദ്ദേശിച്ചതെന്ന് മൗല എന്ന് ആദ്യമായി മൗലയോട് ചോദിക്കണം, സഹായം തേടണമെന്ന് പറഞ്ഞ് സുബൈർ റളിയല്ലാഹു തന്നെ വിശദീകരിക്കട്ടെ എന്ന് നിലക്ക് ഉപ്പയോട് ചോദിച്ചു. ആരാണ് ഉപ്പ? ഉപ്പാടെ മൗല. യാ അബത്തി, പൊന്നുപ്പ, മൻ മൗലാക്ക, ആരാണ് അവിടത്തെ മൗല? ആര് പറഞ്ഞു? സുബൈർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവാണ് എന്റെ മൗല. സുബൈർ റളിയല്ലാഹുവിന്റെ മകനായ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അള്ളാഹു പറയാണ്, മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനിഹി ഇല്ലാ ഖുൽതു യാ മൗല സുബൈർ യഖ്ദി അൻഹു ദൈനഹു ഫയഖ്ദി. ഈ സുബൈർ അള്ളാഹുവിന്റെ പിന്നെ വഫാത്തിന് ശേഷം കടം വീട്ടാൻ വേണ്ടിയിട്ട് വിഷമം അനുഭവിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, സുബൈറിന്റെ മൗലയെ ഓ സുബൈറിന്റെ മൗല, ആ സുബൈറിനെ തൊട്ട് സുബൈറിന്റെ കടങ്ങൾ വീട്ടണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഫയഖ്ദിഹി, അപ്പോൾ അല്ലാഹു തആല ഫയഖ്ദിയഹു, അപ്പോൾ അല്ലാഹു തആല അതിനെ വീട്ടുകയും ചെയ്യാറുണ്ട്. മാ വഖഅതു ഫീ ഖുർബത്തിൻ, ഒരു വിഷമത്തിലും ഞാൻ അകപ്പെട്ടിട്ടില്ല. മാ വഖഅതു ഫീ ഖുർബത്തിൻ, ഒരു അകപ്പെട്ടിട്ടില്ല. മിൻ ദൈനിഹി, ആ സുബൈറുള്ളാഹിന്റെ കടത്തിൽ നിന്നും ഇല്ലാ ഖുൽതു, ഞാൻ പറഞ്ഞു, ഓ സുബൈറിന്റെ മൗല യഖ്ദി അൻഹു ദൈനഹു, ആ സുബൈറിനെ തൊട്ട് സുബൈറിന്റെ കടത്തിനെ വീട്ടണേ എന്ന് ഞാൻ പറയും. ഫയഖ്ദിയഹു, അങ്ങനെ വീട്ടണേ എന്ന് പറഞ്ഞാൽ ഫയഖ്ദിയഹു, അങ്ങനെ അല്ലാഹു തആല അത് വീട്ടുകയും ചെയ്യും. ആ നിലക്കായിട്ടല്ലാതെ ഇല്ല. എന്താണ് സംവാഹയിൽ എഴുതിയിരുന്നല്ലോ, ആ അതന്നെ സൻഗാഹ തന്നെയാണ് കേട്ടോ. അതെ, മനസ്സിലായി, എനിക്ക് മനസ്സിലാക്കണം കവനസ്ഥാന സന്നഗാഹ എന്താണെന്ന്. ഇനി വിശദീകരിക്കണ്ട. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ യാ മൗല സുബൈരി യഖ്ദി അൻഹു ദൈനഹു എന്ന് ദുആ ചെയ്യും. ഫയഖ്ദിയഹു, അപ്പോൾ അല്ലാഹു തആല അതിനെ വീട്ടുകയും ചെയ്യും. അങ്ങനെയല്ലാതെ ഒരു വിഷമത്തിലും അകപ്പെട്ടിട്ടില്ല. അപ്പൊ അത് പ്രത്യേക ഒരു കറാമത്താണ്. അത് സുബൈറുള്ളാഹിന്റെ പ്രത്യേക ഒരു കറാമത്താണ്. അവിടെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല ഉടനടി ഫയഖ്ദിയഹു എന്ന് പറഞ്ഞ ഉടനടി അത് വീട്ടുന്നു. എന്തിനുള്ളതാ? സോറി ഒന്നും പറയേണ്ടതില്ല. അതിന് ഫയഖ്ദിയഹു എന്നാല് അപ്പോൾ ഉടനടി അതിനെ വീട്ടുകയും ചെയ്തിട്ടല്ലാതെ ഇല്ലാന്നാണ്. തഅഖീബിനുള്ളതാണ്. ഖാല ഫഖുതില സുബൈറു വലം യദഅ ദീനാറൻ വലാ ദിർഹമൻ ഇല്ലാ അർബഈന മിൻഹൽ ഗാബത്തു വ11 ദാറൻ ബിൽ മദീന. അങ്ങനെ സുബൈറുള്ളാഹി കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ സുബൈറുള്ളാഹി കൊല്ലപ്പെട്ടു. വലം യദഅ ദീൻ, വെള്ളി നാണയമോ ഇവിടെ ഇട്ടേച്ച് പോയിട്ടില്ല. സ്വർണ്ണ നാണയം വെള്ളി നാണയം ഒന്നും ബാക്കിയില്ല സുബൈറുള്ളാഹിന്റേതായിട്ട്. എന്നാൽ എന്തുണ്ട്? ഒക്കെ സദഖ ചെയ്യും. സുബൈറുള്ളാഹിന്റെ പ്രത്യേകതയാണ്, കയ്യിലൊന്നും ഇരിക്കൂല. ആര് കൊടുത്താൽ അപ്പൊ സദഖ ചെയ്യും. അങ്ങനെയാണ് കടങ്ങളൊക്കെ വന്നത്. ഇതിലെന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സുബൈറുള്ളാഹിന്റെ കടങ്ങൾ എങ്ങനെ വന്നു? ഈ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുകൊടുക്കുകയാണ്. ഇതൊന്നും സൂക്ഷിക്കണമെന്ന് കൊണ്ടുകൊടുക്കും. അപ്പൊ മൂപ്പര് പറയും, സൂക്ഷിക്കണ്ട, ഞാൻ കടം മേടിക്കാന്ന് പറയും. കടമായിട്ട് മേടിക്കും. കടമായിട്ട് മേടിച്ചാൽ പിന്നെ അത് ദാനം ചെയ്യാം. സൂക്ഷിക്കാൻ മേടിച്ചാൽ ദാനം ചെയ്യാൻ പറ്റൂല. സൂക്ഷിക്കാൻ മേടിച്ച സാധനം ക്രയം ചെയ്യാൻ പറ്റൂല. അങ്ങനെ തന്നെ എടുത്തേക്കണം രീതി. അപ്പൊ ആരെങ്കിലും സൂക്ഷിക്കാൻ കൊടുത്താലും മൂപ്പര് സുബൈറുള്ളാഹി തആല എന്ത് പറയും? സൂക്ഷിക്കാനായിട്ട് എന്റെ അടുത്ത് തരണ്ട, അത് ചിലപ്പോ നഷ്ടപ്പെട്ടു പോയാല് നിങ്ങൾക്ക് പിന്നെ തിരിച്ചു കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കടമായിട്ട് തന്നാളെ, എന്നാ പിന്നെ നഷ്ടപ്പെട്ടാലും ഞാൻ നിങ്ങൾക്ക് തരണം കേട്ടോ. വിഷയം എന്താണെന്നല്ലേ? വിഷയം അമാനത്ത്. അമാനത്തിന് അത് കാര്യം അതെന്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കണ്ടില്ലേ, സുബൈറുള്ളാഹി ഏൽപ്പിക്കുകയാണ്, വിശ്വസിച്ചേൽപ്പിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ, സ്വത്ത് ക്രയം ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ അതേപോലെ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സുബൈറുള്ളാഹി കൊല്ലപ്പെട്ടു പോയപ്പോഴേ ഒരു ദീനാറും ഒരു ദിർഹമും അവശേഷിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇല്ല അർളൈനി, രണ്ട് ഭൂമി കിടക്കുന്നുണ്ട്. ഭൂമി അൽ ഗാബ,
റാബ എന്ന പേരുള്ള ഒരു ഭൂമി, കുറച്ച് സ്ഥലം. മദീന, മദീനയില് 11 വീടുകളും എങ്ങനെ കിട്ടിയിട്ടുണ്ട്? പിന്നെ ആർക്ക് സ്വന്തമായിട്ടുണ്ട്? സുബൈർ റളിയല്ലാഹു സ്വന്തമായിട്ടുണ്ട്. 11 കെട്ടിടങ്ങളുണ്ട്. ബിൽ ബസറ, ബസറയില് 2 കെട്ടിടവുമുണ്ട്, 2 വീടുമുണ്ട്. വദാറൻ ബിൽ കൂഫ, കൂഫയിൽ ഒരു വീടുണ്ട്. വദാറൻ ബിൽ മിസ്ർ, മിസ്റിൽ വേറൊരു വീടുണ്ട്. അങ്ങനെ മിസ്റിലും കൂഫയിലും ബസറയിലും മദീനയിലും ഒക്കെ കൂടിയായിട്ട് കുറച്ച് വീടുകളുണ്ട്. അത് പിന്നെ 2 ഭൂമിയും അതാണുള്ളത്. മൊത്തം എത്ര വീടായി? 11, 2, 3, 1, 14, 14, 1, 15. 15 വീടുകളുണ്ട്. 15 വീടുകളും 2 ഭൂമിയാണ് ആർക്കുള്ളത്? സുബൈർക്കുള്ളത്, കൊല്ലപ്പെട്ടു പോകുന്ന അവസരത്തിൽ. ആന, എന്നാൽ ഇതുകൊണ്ടിപ്പോ കടം വിടാൻ പറ്റുന്ന? കട കൊണ്ടൊന്നും വിടൂല. ആന ആര് പറയാണ്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു പറയാണ്, ഇന്നമാ കാന ദൈനുഹുല്ലദീ കാന അലൈഹി, എങ്ങനെയുണ്ടായതാണെന്ന് പറയുമ്പോ ഉപ്പാക്കുള്ള ദൈന്, നിശ്ചിപ്പാട് ദൈന് കടമായിട്ടുണ്ട്. അല്ലദീ കാന അലൈഹി, ആ ഉപ്പാന്റെ മേൽ വീട്ടൽ നിർബന്ധമായിട്ടുള്ള കടം ആയിട്ടുണ്ട്. എങ്ങനെയായിട്ടുണ്ട്? അന്ന റജുല കാന യഅതീഹി, ഒരാള് സുബൈർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും. ഫയസ്തൗദിഉഹു ഇയാഹു, എന്നിട്ട് സുബൈർ റളിയല്ലാഹുവിന്റെ അടുക്കല് സൂക്ഷിപ്പ് കൊടുക്കും. ആ കടത്തിന് കടമായിട്ട് ഉദ്ദേശിച്ച സാധനം എന്താണോ? കടം വീട്ടാണ്ടെന്ന് പറഞ്ഞ സാധനം എങ്ങനെ കടമായതാണ്? ആ കടം ആകുന്ന ആ സംഖ്യ സൂക്ഷിപ്പ് വെക്കാൻ കൊടുക്കും ഇയാഹു സുബൈർ റളിയല്ലാഹുവിന്റെ അടുക്കല്. ഫയഖൂലു സുബൈറു, അപ്പോൾ സുബൈർ റളിയല്ലാഹു പറയും, ലാ, സൂക്ഷിപ്പ് വെക്കണ്ട, വലാകിൻ ഹുവ സലഫുൻ, അത് കടമായിട്ട് സ്വീകരിക്കാം. ഇന്നി അഖ്ശാ അലൈഹി ബൈഅ, ആ സ്വത്ത് പാഴായി പോവുക ഞാൻ ഭയപ്പെടുന്നുണ്ട്. ആ സ്വത്ത് പാഴായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവൂല? തിരിച്ചു കിട്ടൂല. കാരണം സൂക്ഷിപ്പ് വെക്കപ്പെട്ട സാധനം സൂക്ഷിപ്പ് വെക്കുന്ന ആളുടെ അടുക്കല് അതേതാണ്? അമാനത്ത് സ്വത്താണ്. ഈ അമാനത്ത് സ്വത്ത് എന്ന് പറഞ്ഞാല് ഇയാള് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ആള് ചോദിക്കുമ്പോ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. എന്താണ്? സൂക്ഷിപ്പ് വെക്കപ്പെട്ട സാധനം ഈ സൂക്ഷിച്ച് വെക്കുന്ന ആളുടെ അടുക്കൽ നിന്നും പിന്നെ അയാളുടെ വീഴ്ച കൊണ്ട് അല്ലാത്ത രീതി, അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അപാകത, ഒരു സൂക്ഷ്മത കുറവ്, അത് കാരണമായിട്ടല്ലാതെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നും മറ്റവർക്ക് തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കാം. സൂക്ഷിപ്പ് വെക്കുന്ന ആള് എന്താക്കിയിരിക്കുന്നു? അത് വേണ്ടതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു കള്ളനെടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിനക്കത് ദ്രവിച്ചു പോയി സൂക്ഷിക്കേണ്ട സ്ഥലത്ത് വെച്ച് അതിനോട് കൂടെ തന്നെ അതെന്തുവെന്ന് അതിന് എന്തെങ്കിലും നാശം സംഭവിച്ചു, നഷ്ടപ്പെട്ടു പോയി, വെള്ളത്തിൽ ഒഴിച്ചു കൂടെ പോവുകയോ എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സൂക്ഷിപ്പ് കൊടുത്ത ആൾക്ക് പിന്നെ ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചാൽ ഇത് കൊടുക്കണമെന്ന് ഉത്തരവാദിത്വമില്ല. കാരണം എന്തുകൊണ്ട്? സൂക്ഷിപ്പ് വെക്കുന്ന സൂക്ഷിക്കുന്ന ആള് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കപ്പെടുന്ന ആള് അമീനാണ്, വിശ്വസ്തനാണ് എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ അവന്റെ അടുത്തുള്ള ഭാഗപ്പിഴവ് കൊണ്ട് എന്താവൂല? അത് നഷ്ടപ്പെടൂല എന്നുള്ളതാണ് മൊത്തത്തിലുള്ള വിധി. ഇനി അയാളുടെ അടുത്തുള്ള ഭാഗപ്പിഴവ് കാരണം കൊണ്ടാണ് അതെന്തായത് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാവുകയും ചെയ്യും. മൊത്തത്തിൽ സാധനം നഷ്ടപ്പെട്ടാൽ അവൻ പറയാണ്, ഞാനത് സൂക്ഷിച്ചു വെക്കേണ്ടത് പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ചോദിക്കാൻ പാടില്ല. ഒരു കോടതിയും അയാളിന് എന്താ കാശ് മേടിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ പിന്നെ ഏതാണ് സമയം വൈകില്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി നാളാക്കാം. മറ്റു ഉസ്താദ് എത്തിയോ? 9:30 ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ പറയണോട്ടോ. അങ്ങനെ പോവാം പിന്നെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് സൂക്ഷിപ്പ് വെക്കാൻ കൊടുക്കുന്ന ആളോട് എന്ത് പറയും? നിങ്ങളിത് എനിക്ക് സൂക്ഷിപ്പ് സ്വത്തായിട്ട് തരണ്ട,
വലാകിൻ ഹുവ സലഫുൻ, അത് സലഫായിട്ട് കടമായിട്ട് തിന്നാൽ മതി. സലഫ് എന്ന് പറഞ്ഞാൽ കടം. കാരണം എന്തുകൊണ്ട്? ഇന്നി അക്ഷ അലൈഹി ബൈഅ, അത് പാഴായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പാഴായി പോയാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതില്ല എന്നുള്ള രീതിയിലാണല്ലോ വരിക. അപ്പൊ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളെ? കടം നിന്നോളെ. ഏതായാലും നിങ്ങൾക്ക് വിശ്വാസമാണല്ലോ, അപ്പൊ നിങ്ങൾ കടം തന്നോളെ. അങ്ങനെ എല്ലാവരും കടം കൊടുക്കുകയാണ്. കടം എല്ലാവരും സൂക്ഷിപ്പ് കൊടുക്കും, കടമായിട്ട് സ്വീകരിക്കും. അങ്ങനെ കടമായിട്ടാണ് നിലപാടുകളൊക്കെ നടന്നിട്ടുള്ളത്. ഇത് കടന്റെ കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ മൂപ്പര് വേഗം സ്ഥലത്തായി. കടന്റെ കിട്ടിക്കഴിഞ്ഞാൽ തന്റെ തന്നെയാണെന്ന് ഉറച്ചു, ഇനി അത് ക്രയം ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഇനി വേഗം എന്ത് ചെയ്യും? ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ട് സ്വതക്ക ചെയ്യും. അങ്ങനെയാണ് ഒരു ദീനാറും ഒരു ദിർഹം പോലും അവശേഷിപ്പിക്കാതെ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് പറഞ്ഞത്. വലിയ ഇമാറത്തൻ ജിബായ, പിന്നെ എങ്ങനെ സ്വത്തുണ്ടായത്? പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ കടം മേടിച്ചോണ്ട് സ്വത്തും മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വത്തുണ്ടായി? അതിനെ വിശദീകരിക്കണം. വലിയ സുബൈർ റളിയല്ലാഹു ഏറ്റെടുത്തിട്ടില്ല ഇമാറത്തൻ, ഒരു ഭരണം ഏറ്റെടുത്തിട്ടില്ല. ഭരണം ഏറ്റെടുത്തിട്ട് ആ ഭരണത്തിന്റെ കീഴിൽ വെട്ടിപ്പിടിച്ച സ്ഥലമല്ല ഇതൊന്നും. 10 തീരെ തന്നെ. ജിബായത്തൻ, ഒരു ജിബായത്തും ഇല്ല. വരുമാനം പ്രതീക്ഷിക്കാവുന്ന നിലക്കുള്ള ഒരു ബിസിനസ്സും ആർക്കില്ല? ഉപ്പാക്കുണ്ടായിരുന്നില്ല. ജിബായത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വരുമാനം പ്രതീക്ഷിക്കാവുന്ന നിലക്കുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ വല്ല വകുപ്പുകളിലൂടെ കിട്ടുന്ന വരുമാന മാർഗം, അതിനാണ് ബിസിനസ് പിന്നെ ജിബായ എന്ന് പറയാം. അങ്ങനത്തെ ജിബായത്തും ആർക്കുണ്ടായിരുന്നില്ല, ഉപ്പാക്കുണ്ടായിരുന്നില്ല. വലാശൈഅൻ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ കിട്ടി? എന്നാൽ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കലുണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ വഴിയിലൂടെ അല്ലാതെ കിട്ടിയിട്ടില്ല. പിന്നെ അബൂബക്കറിൻ അല്ലെങ്കിൽ അബൂബക്കർ അള്ളാഹുനോട് കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കലുണ്ടായിട്ടുണ്ട്. ഉമറോട് കൂടെയും ഉസ്മാൻ അള്ളാഹുനോട് കൂടെയും യുദ്ധത്തിൽ പങ്കെടുക്കലുണ്ടായിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ പിന്നെ ഗനീമത്ത് യുദ്ധാനന്തര സ്വത്തായിട്ടാണ് ഉപ്പാക്ക് കിട്ടിയ സ്വത്തുക്കളെല്ലാം ഉണ്ടായത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അള്ളാഹു പറയുന്നു, ഫഹസിബ്തു മാ കാന അലൈഹി മിന ദൈനി ഫവജതുഹു അൽഫിൻ. ഫഹസിബ്തു, ഞാൻ കണക്ക് കൂട്ടി. മാ കാന അലൈഹി മിന ദൈനി, ഉപ്പാടെ മേലുണ്ടായിരുന്ന കടം എത്ര മാത്രമുണ്ട് എന്ന് ഞാൻ കണക്ക് കൂട്ടി നോക്കി. ഫവജതുഹു, അപ്പോൾ ഞാനത് കണക്കിലെത്തിച്ചു. അൽഫിൻ വമിഅതൈ അൽഫിൻ, 22 ലക്ഷം. 22 ലക്ഷം ഉപ്പാക്ക് കടമുണ്ട്. അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. മിഅത്ത് അൽഫ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. മിഅത്ത് അൽഫ് എന്ന് പറഞ്ഞാൽ 100,000 അല്ലേ? 100,000 എത്രയാ? 1 ലക്ഷം. പിന്നെ അൽഫ് എന്ന് പറഞ്ഞാലോ 1000 ആണ്. 1000 10 ലക്ഷമായി. 100 1 ലക്ഷം ആകുമ്പോ അതിന്റെ 10 ഇരട്ടിയാണ് 1000. അപ്പൊ എത്രയായി? 10 ലക്ഷമായി. അത് 2000 ആകുമ്പോഴോ 1000 പ്രാവശ്യം 1000 കൂട്ടിയാൽ 10 ലക്ഷമാവുമെങ്കിൽ 2000 പ്രാവശ്യം 1000 കൂട്ടിയാൽ എത്രയായി? 20 ലക്ഷമായി. അതാണ് അൽഫിൻ എന്നുള്ളത്. പിന്നെ അൽഫിൻ എത്രയുണ്ട്? 200 1000 അഥവാ 2 ലക്ഷം. അപ്പൊ 22 ലക്ഷം ഉണ്ടായിരുന്നു കടം. അങ്ങനെ ഉപ്പയുടെ വഫാത്തിന് ശേഷം ഉപ്പ കൊല്ലപ്പെട്ടതിന് ശേഷം ഫലഖിയ ഹക്കീം ഇബ്നു ഹിസാമിൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഈ ഹദീസിന്റെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നു, ഫലഖിയ ഹക്കീം ഇബ്നു ഹിസാമിൻ, ഹക്കീം ഇബ്നു ഹിസാം എന്നവർ കണ്ടുമുട്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈറുള്ളാഹിന്റെ മകനായ അബ്ദുല്ലാഹി എന്നവർ കണ്ടുമുട്ടി. ഫഖാല, അപ്പോ ഹക്കീം എന്നവർ പറഞ്ഞു, അബ്നാഖി, എന്റെ സഹോദരനായ സുബൈറുള്ളാഹിന്റെ മകനെ. അപ്പൊ സുബൈറുള്ളാഹിനും ഹക്കീം റളിയല്ലാഹു നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അപ്പൊ എന്റെ സഹോദരന്റെ മകനെ, കം അല അഖി മിനദ്ദൈൻ, എന്റെ സഹോദരന്റെ മേൽ എത്രയുണ്ട് കടം? അപ്പൊ എല്ലാവർക്കും സംഭവം അറിയാം. സുബൈറുള്ളാഹിന് എല്ലാവർക്കും സൂക്ഷിപ്പ് മേടിച്ചിട്ട് അത് കടമാക്കി എടുക്കുകയും
എന്നിട്ട് സദഖ ചെയ്യുകയും ചെയ്ത ആളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനെ കണ്ടമാനം കടത്തോടു കൂടെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കഥയും അറിയാം. അതുകൊണ്ട് ഹക്കീമ തങ്ങൾ ചോദിക്കുന്നു, ഹക്കീം റളിയല്ലാഹു ചോദിക്കുന്നു, എത്രയാണ് എന്റെ സഹോദരനക്കുള്ള കടം? അബ്ദുല്ലാഹ് പറയുന്നത് ഞാനൊന്ന് മറച്ചു വെച്ചു. എന്താ പറയാൻ നോക്കാറാന്ന് വേണ്ടിട്ട് കൊളുത്തു ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊന്ന് മറച്ചു വെച്ചു. കളവ് പറയുന്നതിന് അർത്ഥം കേട്ടോ, അതങ്ങനെ മനസ്സിലാക്കണ്ട. കൊളുത്ത് ഞാൻ പറഞ്ഞു 100,000 കടം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1,00,000 കടം എന്ന് പറഞ്ഞു. 1,00,000 കടം കളവാകോ? 22 ലക്ഷം കടമുണ്ട്. അപ്പോ എത്ര കടം ചോദിച്ചപ്പോ 1,00,000 ഉണ്ട് എന്ന് പറഞ്ഞു. അത് കളവാകോ? ഇല്ല. ഒന്നടിക്ക്, വേഗം അടിക്ക്. ഇല്ല, കളവാവൂല. കാരണം എന്തുകൊണ്ടാ? 1,00,000 എന്ന് പറയുന്നത് കുറെ കൂട്ടുമ്പോൾ എത്ര ആകും? 22 ആകും. അപ്പൊ 1,00,000 കടമുണ്ട്, വേറെയും 1,00,000 കടമുണ്ട്. അപ്പൊ പറഞ്ഞത് ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോ അതിന് മഫ്ഹൂമില്ല എന്നാണ് പൊതു കായിക. എണ്ണം പറയുമ്പോൾ അതിനെതില്ല. അതിന്റെ പിന്നെ മഫ്ഹൂമായിട്ടുള്ള മന്തൂക്കല്ല, മന്തൂക്കാണ് 1,00,000 എന്ന് പറഞ്ഞത്. അതിന്റെ മഫ്ഹൂം, അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന മറ്റൊരർത്ഥം, ആ അർത്ഥം എതിന് വെക്കാൻ പറ്റൂല, എണ്ണത്തിന് വെക്കാൻ പറ്റൂല എന്നാണ് പൊതു കായികയാണ്. ഏതായിരുന്നാലും 1,00,000 എന്ന് പറഞ്ഞു. 1,00,000 എന്ന് പറഞ്ഞപ്പോ ഖാല ഹക്കീമൻ, സുഹൃത്ത്, ഉപ്പാട സുഹൃത്തായ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിച്ചു, വല്ലാഹി മാ അറാ അംവാലക്കും തസവു ഹാദിഹി, നിങ്ങൾക്കത് വീട്ടാനുള്ള കഴിവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആര് പറയാണ്? 1,00,000 കടണ്ടോ? ആ 1,00,000 വീട്ടാനുള്ള സ്വത്ത് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. അബ്ദുല്ലാഹി, അപ്പോൾ അബ്ദുല്ലാഹി തങ്ങളെ ചോദിച്ചു, അബ്ദുല്ലാഹിബിനോട് ചോദിക്കാൻ, അറഅയ്തക, നിങ്ങളൊന്ന് പറയൂ, ഇൻകാലത്ത് 22 ലക്ഷമാണെങ്കിലോ, ഉപ്പാക്കുള്ള കടം 22 ലക്ഷമാണെങ്കിലോ, 1,00,000 ആണെങ്കിൽ കടം വീട്ടാൻ പ്രയാസമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അത് 22 ലക്ഷമാണെങ്കിലോ ഉപ്പാക്ക് 22 ലക്ഷം കടമുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു പറഞ്ഞു, മാ ഉറാക്കും തുതീഖൂന ലിഹാദാ, അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഫഇൻ അജസ്തും, ഒരു കാര്യം ചെയ്തോളെ, ഫഇൻ അജസ്തും മിൻ ശൈഇൻ മിൻഹു ഫസ്തഈനു ബി, നിങ്ങൾക്കത് വീട്ടാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വീട്ടാൻ വേണ്ടി എന്നോട് നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടോളൂ, ഞാൻ സഹായിക്കാം. ഫഇൻ അജസ്തും, നിങ്ങൾ കഴിയാതെ വരികയാണെങ്കിൽ, നിങ്ങൾ അശക്തരാകുകയാണെങ്കിൽ, അൻ ശൈഇൻ മിൻഹു, ആ കടം വീട്ടാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ വരുന്നുണ്ടെങ്കിൽ, ഫസ്തഈനു ബി, എന്നോട് നിങ്ങൾ സഹായം തേടിക്കോളൂ. ആരാ പറയണേ? ഹക്കീം ഇബ്നു ഹിസാം എന്നുള്ളത് പറയണേ, എന്നോട് സഹായം തേടിക്കോളൂ. എന്നാൽ ഉപ്പയായ സുബൈറിന്റെ പറഞ്ഞത്, നിങ്ങൾക്ക് കടം വിടാൻ പറ്റാതെ വന്നാൽ ആരോട് സഹായം തേടാനാ പറഞ്ഞത്? ഒന്ന് അടുക്കിയും കൂട്ടുകാരെ. ഉപ്പയായ സുബൈറുള്ള ആരോട് സഹായം തേടണമെന്ന് പറഞ്ഞത്? ആരും കേൾക്കുന്നില്ലേ? ഓർമ്മല്ല. മൗലായ, എന്റെ മൗലയോട് സഹായം തേടാനാ പറഞ്ഞത്. ആരായിരുന്നു മൗല? അള്ളാഹുവിനോട് സഹായം തേടാനാണ് പറഞ്ഞത്. ആര്? സുബൈറുള്ളാഹു. ഇവിടെ സഹാബിയായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ എന്നോട് സഹായം തേടിക്കോളിന്ന്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ആരോടും ചോദിക്കാന്ന് വരുന്നുണ്ട്. വിഷയം മനസ്സിലാക്കണില്ലേ നിങ്ങള്? അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം നിങ്ങൾ ആരോടും ചോദിക്കാന്ന് വരുന്നുണ്ട്, ജനങ്ങളോട് ചോദിക്കാന്ന് വരുന്നുണ്ട്. അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം ചില ജാഹിലിയങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ല. ജാഹിലിയങ്ങളെന്ന് പറയാൻ പറ്റില്ല, ജാഹിലിയങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ശ്രമിക്കുമല്ലോ. ഈ പിന്നെ ജഹാലുകൾ എന്ന് പറയാം, പടുവെട്ടികൾ. ജഹാലുകള് പറയുന്ന എന്താണ്? പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക, സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ?
മുത്തജാഹിൽ എന്ന് പറഞ്ഞാല് അറിയുന്ന ആളെന്നാണ് അർത്ഥം. മുത്തജാഹിൽ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആളെന്നാണ് അർത്ഥം. അറിവില്ലായ്മ അഭിനയിക്കുകയും ചെയ്യുന്നു, അതാണ്. ഇത് ജഹാലാണ്. ജഹാൽ എന്ന് പറഞ്ഞാല് വിവരമില്ലാത്തതിന്റെ അംശത്തിൽ മുബാലക, അല്ലാത്ത പടുജാഹിൽ എന്നർത്ഥം. വിവരമില്ലാന്ന വിവരം പോലും ഇല്ലാത്ത ആള്. അവര് പറയണ എന്താ? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക, പിന്നെ സൃഷ്ടിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടിയോട് ചോദിക്കുക. അപ്പൊ സൃഷ്ടിയോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹുനോട് ചോദിക്കാൻ പാടില്ല. അതൊക്കെ അവിടെ നമ്മളെ ജീവിതന്റെ മുമ്പ് പറഞ്ഞിരുന്നു അവര്. സൃഷ്ടിയോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹുനോട് ചോദിക്കാൻ പാടില്ല എന്നടക്കം പറഞ്ഞു. അവരുടെ വലിയ ഷെയ്ഖ്, അവരുടെ വലിയ ഹദീസിന്റെ മുഫ്തി ഉണ്ടല്ലോ, അയാൾ ഇവിടെ വന്ന് പറഞ്ഞാണ് ഒരിക്കൽ, ക്ലിപ്പിലൂടെ നമ്മൾ കേട്ടാണ് ഒരിക്കൽ. അള്ളാഹുനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടിയോട് ചോദിക്കാൻ പാടില്ല, സൃഷ്ടിയോട് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും അള്ളാഹുനോട് ചോദിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, സഹാബിയായ സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എന്റെ കടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടാൻ കഴിയാതെ വന്നാൽ എന്റെ മൗലയോട് ചോദിച്ചോളേൻ. എന്നാൽ സഹാബിയായ ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്നു, കടങ്ങൾ എന്തെങ്കിലും വീട്ടാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ ഇന്നോട് സഹായം തേടിക്കോളേൻ. കണ്ടോ? അപ്പോ ഈ രണ്ട് സഹായം തേടലും എന്ത് തന്നെയാണ്? ജായിസാണ്. ആദ്യം പറഞ്ഞ സഹായം തേടല് അള്ളാഹുവിനോട് സഹായം തേടുമ്പോ ഏത് നിലക്കാണ് സഹായം തേടുന്നത്? ഹഖീഖയായി നൽകുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ് നിലക്കാണ്. ഹക്കീം ഇബ്നു ഹിസാമിനോട് ചോദിക്കുകയാണെങ്കിലോ ഏത് നിലക്കാണ് ചോദിക്കുന്നത്? അള്ളാഹു കഴിവ് കൊടുത്താൽ ആർക്ക് തരാൻ പറ്റും? ഹക്കീം ഇബ്നു ഹിസാം എന്നവർക്ക് തരാൻ പറ്റും. അല്ലെങ്കിൽ ഹക്കീം ഇബ്നു ഹിസാമിലൂടെയായിട്ട് അള്ളാഹു സഹായിക്കും എന്ന നിലക്കാണ് ഹക്കീം ഇബ്നു ഹിസാം അള്ളാഹുനോട് സഹായം തേടുന്നത്. എന്നിലൂടെയായി നിങ്ങളെ അള്ളാഹു സഹായിക്കുമെന്നാണ് എന്നോട് നിങ്ങൾ സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിലൂടെയായി അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനർത്ഥം എന്നോട് നിങ്ങൾ സഹായം തേടിക്കോളേ. അപ്പൊ എന്നോട് നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ എന്നിലൂടെയായി, എന്റെ വഴിയിലൂടെയായിട്ട് അള്ളാഹുത്തല നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലൂടെ ആണ് സൃഷ്ടിയോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ നേരിട്ട് തരുന്നവരാണ് എന്ന് വരക്കും. കേട്ടോ? പിന്നെ فلقي حكيم بن حزام عبد الله بن الزبير فقال ابن اخي كم انا اخي من പോയിട്ട് فإن عزتم من شيء منه فاستعينوا به. قال وكان الزبير قد اشترى الغابة ب70 و100,000. സുബൈർ റളിയല്ലാഹു തആല അൻഹു ഈ ഗാബത്ത് എന്ന് പറഞ്ഞ ഭൂമി സ്വന്തമാക്കിയത് 1,70,000-നായിരുന്നു. 1,70,000-നാണ് സ്വന്തമാക്കിയത്. 1,70,000-ന് സ്വന്തമാക്കി അബ്ദുല്ലാഹി റളിയല്ലാഹു വിറ്റു ബി-അൽഫിൻ 10 ലക്ഷത്തിന്. 6 ലക്ഷത്തിനും 14 ലക്ഷം റുപ്യ അതിനെന്നെ കിട്ടി. വാബക്ക് 14 ലക്ഷം റുപ്യ കിട്ടി. സുമ്മഖാമ എന്നിട്ട് 14 ലക്ഷമായി കിട്ടിയത് എന്താണ്? അത് ആ കിട്ടിയത് കറാമത്തിനാണ് അല്ലാഹുവിന്റെ. കേട്ടോ? സുമ്മഖാമ എഴുന്നേറ്റു നിന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല അവിടുന്ന് പറഞ്ഞു, മൻ കാന ലഹു അല സുബൈരി ശൈഅൻ ഫൽയുവാഫിനാ ബിൽ ഗാബ. ആർക്കെങ്കിലും സുബൈർ അല്ലാഹുവിന് കടം തരാനുണ്ടെങ്കിൽ ഗാബയിൽ വന്നിട്ട് നമ്മളെടുത്തുന്നത് വെട്ടിക്കൊള്ളട്ടെ, ഗാബയിൽ വരട്ടെ. ഗാബ എന്ന സുബൈർ അല്ലാഹുവിന്റെ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി ഇപ്പോൾ വിറ്റിരിക്കുന്നു. അവിടെ വന്നാൽ കയ്യോടെ ഈ കാശിന് മേടിച്ചിട്ട് അപ്പോൾ തന്നെ കടം വീട്ടാൻ പോവുകയാണ്. ഫൽയുവാഫിന നമ്മളുടെ അടുക്കൽ നിന്നും അതിനെ പൂർത്തിയാക്കി വിട്ടിട്ട് ബിൽ ഗാബത്തി, ഗാബത്ത് എന്ന ഭൂമിയിൽ വെച്ച് നമ്മുടെ അടുക്കൽ നിന്നും അതിനെ അവൻ വീട്ടിക്കൊള്ളട്ടെ, ആ കടം അവൻ തിരിച്ചെടുത്ത് കൊള്ളട്ടെ എന്നർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിൻ, അങ്ങനെ അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനോടേക്ക് ചെന്നു. വകാന ലഹു അല സുബൈരി, സുബൈർ അല്ലാഹു കൊടുക്കാനുണ്ടായിരുന്നു 400,000, 4 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നു. അബ്ദുല്ലാഹി പറഞ്ഞു, ഇൻഷയിത്തും തറക്തുഹാ ലക്കും. വാപ്പ മരണപ്പെട്ടപ്പോ ദീനാറും ദിർഹമും ശേഷിപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനത് വാങ്ങിക്കുന്നില്ല. സുബൈറുല്ലാഹിക്ക് വേണ്ടി ഞാനത് വിട്ടുതരാൻ തയ്യാറാണ്. ആര് പറയാണ്? അബ്ദുല്ലാഹി ജഅഫർ എന്ന് പറയുന്നത്. 4 ലക്ഷം എനിക്ക് തരാനുണ്ട്, പക്ഷേ വേണമെങ്കിൽ ഞാനത് ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും തരാനുണ്ടെങ്കിൽ വരണം, ഗാബയിൽ വെച്ച് വീട്ടാമെന്ന് പറഞ്ഞല്ലോ. അപ്പോ
ചെല്ലേണ്ടതാണല്ലോ എന്നല്ലൊക്കെ ചെന്നിട്ട് പറഞ്ഞു എന്താണ് നിനക്കിപ്പോ തന്നെ വേണമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഒഴിവാക്കി വിട്ടേക്കാം, ഞാനത് നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നൊന്നുമില്ല. അബ്ദുല്ലാഹിബിൻ സുബൈർ അള്ളാഹു പറഞ്ഞില്ല, വേണ്ട വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്തോളെ, നിങ്ങളുടെ മറ്റ് തിരക്കുള്ള കടങ്ങളൊക്കെ വീട്ടിയിട്ട് ഏറ്റവും അവസാനം വീട്ടിയാൽ മതി എനിക്ക് തരാനുള്ളത്. എനിക്ക് തരാനുള്ളത് അവസാനം വീട്ടിയാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് തരാനുള്ളത് അവസാനം തന്നാ മതി. ഫഖാല അബ്ദുല്ലാഹി, അപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു പറഞ്ഞില്ല, വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട. ഖാല ഫഖ്തഉ ലി ഖത്അതൻ. ഖാല അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു പറഞ്ഞു, ലക മിൻ ഹാഹുന ഇലാ ഹാഹുന. അപ്പൊ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു പറഞ്ഞു, ഈ സ്ഥലത്തിന്റെ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരേക്കും നിങ്ങൾക്കാണ്. അബ്ദുല്ലാഹി മിൻഹ, അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു വിറ്റു, മിൻഹ ആ സ്ഥലത്തിൽ നിന്നും, ഫഖദാ അൻഹു ദൈനഹു, അങ്ങനെ അതിനൊത്തുള്ള അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ സുബൈർ അള്ളാഹു കൊടുക്കാനുള്ള ആൾക്ക് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു കൊടുക്കാനുള്ള കടം അതിൽ നിന്ന് വീട്ടുകയും ചെയ്തു. അപ്പോ വിറ്റിട്ട് റാബത്ത് എന്ന് പറയുന്ന സ്ഥലം എത്രയ്ക്ക് വിറ്റു? മൊത്തം 16 ലക്ഷത്തിന് വിറ്റു. ആ 16 ലക്ഷത്തിന്റെ 4 ഭാഗത്തിന്റെ വില കണക്കാക്കിയിട്ട് ആ വില ആർക്ക് കൊടുത്തു? അബ്ദുല്ലാഹി കൊടുത്തു അല്ലെ? 4 16 അപ്പൊ 4 ഭാഗം കണക്കാക്കിയിട്ട് അതിന്റെ വില ആർക്ക് കൊടുത്തു? അബ്ദുല്ലാഹിബ്നു ജഅഫർ അല്ലാഹു കൊടുത്തു, കടം വീട്ടി. വഔഫാഹു, അദ്ദേഹത്തിന്റെ കടം വീട്ടി. പിന്നെ അതിൽ നിന്ന് ബാക്കിയായിട്ടുണ്ട് 4 ഓഹരി ബാക്കിയായിട്ടുണ്ട്. വനിസ്ഫുൻ, പിന്നെ ബാക്കിയും പിന്നെ ഒരു പകുതിയും ബാക്കിയുണ്ട്. فقدم على معاوية وعنده عمرو بن عثمان والمنذر بن الزبير وابن زمعة. 4 പേരുണ്ട്. അങ്ങനെ മുആവിയ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു. വഇൻദഹു, മുആവിയ തങ്ങളുടെ അടുക്കലുണ്ട്. ആരുണ്ട്? അംർ ഇബ്നു ഉസ്മാൻ, മുൻദിർ ഇബ്നു സുബൈർ, ഇബ്നു സംആ റളിയല്ലാഹു അൻഹു അവരൊക്കെ ഉണ്ട്. ഫഖാല ലഹു മുആവിയ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു മുആവിയ തങ്ങളെ ചോദിച്ചു, കം ഖവ്വംതൽ ഗാബ, ഗാബക്ക് എത്ര കണക്കുകൂട്ടിയത്? ഗാബ എന്ന ഭൂമി നിങ്ങൾ വിറ്റൂന്ന് കേട്ടു, എത്രയാണ് വില നിശ്ചയിച്ചത്? ഖാല, അത് വിൽക്കുന്നുണ്ട്, അതിന് വില നിശ്ചയിച്ചിട്ടുള്ളത് കുല്ലു സഹ്മിൻ ബിമിഅത്തി അൽഫിൻ, ഓരോ ഓഹരിയും 1 ലക്ഷത്തിന് പകരമായിട്ടാണെന്നോ. ഖാല കം ബഖിയ മിൻഹ, ഇനി എത്ര ബാക്കിയുണ്ടെന്ന് ചോദിച്ചു. ഖാല, അപ്പൊ പറഞ്ഞു 4 അസ്ഹുമിൻ വനിസ്ഫുൻ, ഇനി 4 ഓഹരിയും പകുതിയും, 4 ഓഹരി ബാക്കിയുണ്ട്. ഫഖാല മുൻദിർ ഇബ്നു സുബൈർ, മുൻദിർ ഇബ്നു സുബൈർ റളിയല്ലാഹു പറഞ്ഞു, അത് അഖൽതു മിൻഹ സഹ്മൻ ബിമിഅത്തി അൽഫിൻ, ശരി 1 ലക്ഷത്തിന് ഒരു ഓഹരിയാണ് എടുത്തു എന്ന് പറഞ്ഞു. മുആവിയ തങ്ങളുടെ മുൻദിർ റളിയല്ലാഹു ഉണ്ടല്ലോ, മുൻദിർ ഇബ്നു സുബൈർ, സുബൈർ റളിയല്ലാഹുവിന്റെ മറ്റൊരു മകനാണ് മുൻദിർ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ വഖാല അംർ ഇബ്നു ഉസ്മാൻ, മുആവിയ തങ്ങളുടെ ഉണ്ടായിരുന്ന അംർ ഇബ്നു ഉസ്മാൻ, എന്നൊരു പറഞ്ഞു, ഖദ അഖൽതു മിൻഹ സഹ്മൻ, ഒരു ഓഹരിയാണ് എടുത്തത് ബിമിഅത്തി അൽഫിൻ, 1 ലക്ഷത്തിന് പകരമായിട്ട്. ഫഖാല ഇബ്നു സംആ, ഇബ്നു സംആ പറഞ്ഞു, ഖദ അഖൽതു സഹ്മൻ ബിമിഅത്തി അൽഫിൻ, ഒരു ഓഹരി 1 ലക്ഷത്തിന് പകരമായിട്ട് ഞാൻ എടുത്തു. ഫഖാല മുആവിയ, അപ്പൊ മുആവിയ ചോദിച്ചു, കം ബഖിയ മിൻഹ, എത്ര ബാക്കിയുണ്ട്? ഖാല സഹ്മുൻ വനിസ്ഫുൻ, ഇനി 1.5 ഓഹരിയുണ്ട്. സഹ്മുൻ വനിസ്ഫു സഹ്മിൻ, 1.5 ഓഹരി ബാക്കിയുണ്ട്. ഖാല ഖദ അഖൽതുഹു ബി50 ഔ 100 അൽഫിൻ, 1.5 ലക്ഷത്തിന് ഞാനതെടുത്തു. അങ്ങനെ ഖാല, ആര് പറയാണ്? റിപ്പോർട്ടർ പറയും, ഹദീസിന്റെ റിപ്പോർട്ടർ പറയണം, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ നസീബഹു മിൻ മുആവിയത ബി600 അൽഫിൻ. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ നേരത്തെ മേടിച്ച ഓഹരി ഉണ്ടല്ലോ, ആ ഓഹരിയെ മുആവിയ തങ്ങൾക്ക് വിറ്റു. എത്രക്ക്? 6 ലക്ഷത്തിന് വിറ്റു.
ഫലമ്മാ ഫറഗ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഒഴിവായപ്പോൾ മിൻ ഖളാഇ ദൈനിഹി, ആ സുബൈറുള്ളാഹിന്റെ കടങ്ങൾ വീട്ടുന്നതിൽ നിന്നും ഒഴിവായപ്പോ ഖാല ബനു സുബൈർ, ബനു സുബൈർ പറഞ്ഞു, സുബൈറുള്ളാഹിന്റെ മറ്റു മക്കള് പറഞ്ഞു, എന്താ പറഞ്ഞത്? യഖ്സിം ബൈനനാ മീറാസനാ, ഞങ്ങളുടെ അനന്തര സ്വത്ത് ഞങ്ങൾക്ക് വീതിച്ചു തരണം എന്ന് പറഞ്ഞു. ഖാല അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പറഞ്ഞു, വല്ലാഹി ലാ അഖ്സിമു ബൈനകും ഹത്താ ഉനാദിയ ബിൽ മൗസിമി 4 സിനീൻ. തിരക്ക് കൂട്ടണ്ട, ഉപ്പാക്ക് വല്ല കടമുണ്ടോ എന്നറിയണ്ടേ. ഇനി ആരെങ്കിലും ഉപ്പാക്ക് കടം ഉപ്പായിൽ നിന്നിട്ടും ഉപ്പാക്കാരെങ്കിലും സൂക്ഷിക്കാൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കടം കൊടുത്തിട്ടൊക്കെ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടോ എന്ന് അറിയേണ്ടതില്ലേ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഓഹരി ചെയ്യാൻ പറ്റൂല. വല്ലാഹി ലാ ഉഖ്സിമു, ഇപ്പോൾ ഞാൻ ഓഹരി ചെയ്യുകയില്ല, ബൈനക്കും നിങ്ങളുടെ ഇടയിൽ അറിയാൻ വേദിക്കുകയില്ല ബാക്കിയുള്ള സ്വത്ത്. ഹത്താ ഉനാദിയ ബിൽ മൗസിമി, മൗസിമിൽ വെച്ച് ഞാൻ വിളിച്ചു പറയുന്നതിലേക്കും 4 സിനീൻ, 4 വർഷക്കാലം. 4 വർഷക്കാലം എന്ത് ചെയ്യും? ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവർ സ്ഥലമുണ്ട്, മൗസിം എന്ന് പറയുന്നത്. ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ആ സ്ഥലത്ത് ജനങ്ങളെല്ലാവരും ഉള്ളപ്പോ അവിടെ വെച്ച് ഉറക്കെ വിളിച്ച് പറയും. ആരെങ്കിലും സുബൈറുള്ളാഹിൽ നിന്നിട്ട് പിന്നെ വല്ല ബാധ്യതയും കിട്ടാനുണ്ടോ എന്ന് അവിടെ വെച്ച് വിളിച്ചിട്ട് ചോദിക്കും. അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് ഇല്ല എന്ന് ഉറപ്പുവരുന്നതേക്കും ഞാൻ എന്ത് ചെയ്യില്ല, ഓഹരി ചെയ്യൂല. ഞാൻ വിളിച്ചു പറയുന്നതേക്കും എന്തെന്നാ വിളിച്ചാൽ ഇവിടെ തന്നെ പറയുന്നു, അലാ മൻ കാന ലഹു അല സുബൈർ ദൈനുൻ ഫൽയഅ്തിനാ ഫൽനഖ്ദി. അറിയണം, അറിയുക, ആർക്കെങ്കിലും സുബൈർ റളിയല്ലാഹു അൻഹു വല്ലതും നൽകാനുണ്ടെങ്കിൽ, മൻ കാന ലഹു വല്ലവർക്കും ഉണ്ടെങ്കിൽ, അല്ല സുബൈർ റളിയല്ലാഹു അൻഹു വല്ലവർക്കും വല്ലതും നൽകാൻ ദൈൻ കടമായിട്ടുണ്ടെങ്കിൽ, ഫൽയഅ്തിനാ നമ്മൾക്ക് വന്നുകൊള്ളട്ടെ, ഫൽനഖ്ദി അതിന് നാം വീട്ടുന്നതാണ്. കുല്ല സനത്തിൻ യുനാദി ഫിൽ മൗസിമി, അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവരുടെ സമ്മേളന സ്ഥലത്തിൽ എല്ലാ വർഷവും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. ഫലമ്മാ മളാ 4 സിനീന, അങ്ങനെ 4 വർഷം തീർന്നു പോയപ്പോൾ ഖസ്സമ ബൈനഹും, ഖസമ ബൈനഹും രണ്ടിലക്കും പറയാം, അവരുടെ ഇടയിൽ വീതിച്ചു കൊടുത്തു. സുലുസ, അങ്ങനെ 1/3 അവിടെ വീട്ടുകയും ചെയ്തു. 1/3 പിന്നെ മാറ്റി വെക്കുകയും ചെയ്തു. നമ്മളെന്നുണ്ടെങ്കിലൊക്കെ കേൾക്കണ്ട കേട്ടോ. സുബൈറുള്ളാഹിക്ക് എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു? 4 പെണ്ണുങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ. 4 പെണ്ണുങ്ങളായിട്ട് മക്കൾ എത്ര ഉണ്ട്? സുബൈറുള്ളാഹിക്ക് 4 പെണ്ണുങ്ങളുണ്ടായിരുന്നു. 4 പെണ്ണുങ്ങളായിട്ട് മക്കൾ എത്ര ഉണ്ടായിരുന്നു? എത്ര മക്കളുണ്ടായിരുന്നു? ആരും അടിക്കണില്ലല്ലോ. സുബൈറുള്ളാഹിന് എത്ര മക്കളുണ്ടായിരുന്നു? ഇത്ര സമയം ഉണ്ടോ? കീബോർഡിൽ ഇത്ര ദിവസം നിർക്കും. ആരാ 19 അടിച്ചത്? 9 ഉം 19. ശരി. അപ്പോ 18 കുട്ടികളുണ്ടായിരുന്നു അല്ലെ? അപ്പോ 18 കുട്ടികളുണ്ടായിരുന്നു 4 പെണ്ണുങ്ങളുടെ ആയിട്ട് എന്നാണ് ആര് പറഞ്ഞത്? പിന്നെ ഇപ്പോ സുബൈറുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. وكان للزبير 4 نسوة فأصاب كل امرأة 1,000 ഓരോ പെണ്ണിനും കിട്ടി 1,000. എത്ര കിട്ടി? 12 ലക്ഷം കിട്ടി. ജമിഉ മാലിഹി, അപ്പൊ മൊത്തം സ്വത്ത് എത്ര ഉണ്ടായിരുന്നു? 50,000 ബുഖാരിയോ മൊത്തം സ്വത്ത് വിറ്റതും എല്ലാം കൂടി ഇട്ട് നോക്കുമ്പോ മൊത്തം എത്ര ഉണ്ടായിരുന്നു? 50,000. 50,000 എത്ര ഉണ്ടായിരുന്നു? 50 ലക്ഷം ഉണ്ടായിരുന്നു അല്ലേ? സുഖം കേട്ടാ.
50 അൽഫിൻ 10 50 അൽഫ് എന്നുള്ളത് എത്രയും 50 ലക്ഷം അല്ലേ? 50 അൽഫ് എന്ന് പറഞ്ഞാല് 50 10 ലക്ഷം ആയില്ലേ അല്ലെ? അൽഫ് എന്ന് പറഞ്ഞാൽ എത്ര? 10 ലക്ഷമാണ്. ഇപ്പൊ 50 10 ലക്ഷം 50 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയായി? 5 മില്യൺ 50 മില്യൺ ആയില്ലേ? 50 മില്യൺ 5 കോടിയായി അല്ലേ? കണക്കറിയണവരില്ല അവിടെ. 5 കോടി ഉണ്ടായിരുന്നു. 100 അൽഫിൻ 2 ലക്ഷം ഉണ്ടായിരുന്നു. 50 അൽഫിൻ 100 അൽഫിൻ മൊത്തം സ്വത്ത് എത്ര ആയി കിട്ടി? ഇങ്ങനെ വല്ലാത്ത ലാഭം കിട്ടി വിൽപ്പനയിലൊക്കെ. അങ്ങനെ വിൽപ്പനയൊക്കെ ലാഭം കിട്ടി നോക്കുമ്പോ മൊത്തം എത്ര ഉണ്ടായിരുന്നു? 5 കോടിയും 2 ലക്ഷം ഉണ്ടായിരുന്നു. 50 അൽഫിൻ 50 10 ലക്ഷം ഉണ്ടായിരുന്നു. 50 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 മില്യൺ അല്ല, 50 മില്യൺ. 50 അല്ലേ? 50 മില്യൺ ഉണ്ടായിരുന്നു. 5 കോടി 5 കോടി ഇല്ലാന്ന് തോന്നുന്നു. 100 അൽഫിൻ 2 ലക്ഷവും. പിന്നെ ആരും തെറ്റിയാരെടുത്ത് വിളിച്ച് പറയും ചെയ്യല്ലേ അല്ലെ? അപ്പൊ പിന്നെ എങ്ങനെ പറ്റുക? റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട്. ഈ ഹദീസിന്റെ പിന്നെ വിശദീകരണത്തിന് ഈ കണക്ക് വിശ്വസിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. കണക്ക് നേരത്തെ മേലെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പല ഭാഗത്ത് ഉണ്ട്. ആ രീതിയിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശദീകരിക്കാൻ നിവൃത്തിയുള്ളൂ. ഏതായിരുന്നാലും ഇവിടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? അമാനത്തിനെ വീട്ടുക എന്നുള്ളതാണ്. അമാനത്തിനെ വീട്ടാൻ വേണ്ടി സുബൈറുല്ലാഹിന് 4 കൊല്ലം വരേക്കും എന്ത് ചെയ്തില്ല? സ്വത്തോഹരി ചെയ്തില്ല. അപ്പൊ അത്രമാത്രം ഗൗരവമുള്ളതാണ് അമാനത്ത് എന്ന കാര്യം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. 4 കൊല്ലക്കാലം വരേക്കും സ്വത്തോഹരി ചെയ്തില്ല. എന്നുള്ള ഒരു പിന്നെ ആര് പറഞ്ഞിട്ടില്ല? പറഞ്ഞ കടം വീട്ടാനുണ്ടോ അവരൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട് 4 കൊല്ലം വരേക്കും കാത്തിരുന്നിട്ട് അത്രയും കാലം വരേക്കും പിന്നെ ആരുമില്ല എന്ന് മുഴുവനുമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത്? സ്വത്ത് ഓഹരി ചെയ്തത്. അതാണ് നമ്മളെ വിഷയം. ഇൻഷാ അല്ലാഹ്. അപ്പോ സുബൈറുള്ളാഹിന് 4 പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇനി പെണ്ണ് കെട്ടാൻ വേണ്ടി തെളിവ് അങ്ങനെ ഹദീസിൽ പെട്ടെന്ന് ബുഖാരി ഇമാമിന്റെ ഹദീസാണ്. സുബൈറുള്ളാഹിന് 4 പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹദീസ് കേട്ട ഉടനെ തന്നെ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് ആരും തിരക്കൂട്ടി ഓടണ്ട. അതൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് അതിനൊക്കെ അത്യാവശ്യം സാഹചര്യങ്ങളും കഴിവും ആരോഗ്യവും. പെണ്ണ് കെട്ടിയാൽ മാത്രം പോരല്ല, പെണ്ണിന് സന്തോഷിപ്പിച്ചു കൊടുക്കണ്ടേ? അതിനുള്ള ആരോഗ്യം വേണ്ടേ? പിന്നെ കഴിവും വേണ്ടേ? അതെല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് പറ്റുള്ളൂ. ഒന്നിനെന്നെ കൊണ്ടുനടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അന്ന് നമുക്കുള്ളത്. ഒരു ഭാര്യനെ കൊണ്ടുനടക്കാൻ കഴിയാത്തതുകൊണ്ട് നാട് വിട്ട് പോവാണ് നമ്മള്. എന്നിട്ട് പിന്നെ എങ്ങനെ വേറെ പെണ്ണ് കെട്ടാൻ സാധിക്കുക? അപ്പൊ അതുകൊണ്ട് എന്താക്കാൻ തിരക്ക് കൂട്ടിയിട്ട് ഈ ഹദീസ് കേട്ട ഉടനെ തന്നെ സുബൈറുള്ളാഹിന് 4 പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ വേണ്ടി ആരും തിരക്ക് പിടിക്കണ്ട. അത് അവസരം അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒരു പെണ്ണിനെ തന്നെ ആ പെണ്ണ് ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ആ പെണ്ണിന് 4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ പെണ്ണിന്റെ അടുക്കിലേക്ക് പോകണമെന്നോ 4 ദിവസത്തിലൊരു പ്രാവശ്യം എങ്കിലും പെണ്ണിനെ ജമാ ചെയ്യല് പിന്നെ ആ പെണ്ണിനുള്ള ഹക്കാന്നൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ള കിതാബിന്റെ ഷെഫിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. 4 ദിവസമായിട്ട് എത്ര നാളായി ഓരോ ആളുകളും പെണ്ണിനെയും വിട്ടിട്ട് വിദേശത്ത് ചെന്ന് നിൽക്കുന്നു. വർഷങ്ങളോളം വിദേശത്ത് നിൽക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ ഈ ഹദീസ് കണ്ടിട്ട് പൂതി വെച്ച് വന്നിട്ട് കാര്യമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആവശ്യമില്ലാത്ത പൂതികളൊന്നും ആർക്കും വേണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ആയത്ത് ഖുർആനുണ്ട് അല്ലേ? അതൊക്കെ നോക്കിയിട്ട്
അങ്ങനെ പൂതി വെച്ചിട്ട് എന്താക്കണ്ട, ഓടണ്ട. അതിന് കഴിവും ഒഴിവും സൗകര്യമൊക്കെ ഉണ്ടാവണം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പെണ്ണ് വല്ലതും ദ്വാരക്കം ചെയ്യും. ആ ദ്വാരം ഒരു മറികടക്കേണ്ടി വരും. ആദ്യത്തെ പെണ്ണിന്റെ ദ്വാ അങ്ങനെ കഴിവുണ്ടാകരുത് എന്നായിരിക്കും ഒരിക്കലും. ആ ദ്വാരം മറികടന്നിട്ടുള്ള കഴിവുണ്ടാവണം, അപ്പോഴേ പിന്നെ പറ്റുള്ളൂ. ഏതായിരുന്നാലും അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് മൈക്കൂടുന്നു. ഇതുവരെ ഓരോ കാര്യമായിട്ട് കണക്കിന്റെ വിഷയത്തിൽ ഉള്ള സംശയം അതിന്റെ ശാരീരികങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. എന്റെ ഒരു ചെറിയ ഏർച്ചയിലുണ്ട്. ചില ഓഹരികൾ വിറ്റപ്പോഴോ മറ്റോ കൂടുതലായിട്ടോ കുറവായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള വന്നിട്ടുള്ള ഏർച്ചയിലാണ്. ഏറ്റവും നല്ല വിഷയത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് അർഹമുറാഹിമീൻ അല്ലാഹു തആല നമ്മളൊക്കെ ഓരോരുത്തരും ഏറ്റെടുത്തുള്ള ഉത്തരവാദിത്തങ്ങൾ മുറ പോലെ നിർവഹിക്കുന്നവരിൽ നമ്മെ എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. എന്താണ് കാമടിസ്ഥാന് കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. കാമടിസ്ഥാൻ നാട്ടിൽ വലൈക്കും അസ്സലാം. അപ്പോ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസിന്റെ ടൈം ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബു റബീഅത്ത് എന്ന ഐഡിയുള്ള ഇതാരാണ്? സംശയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനായാലും മൈക്കിലേക്ക് വരാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാർക്ക് മൈക്കിലേക്ക് വരാം എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് എല്ലാവരും വസിയത്ത് ചെയ്യാണ്. ഇപ്പോഴത്തെ വസിയത്തിൽ മറ്റർത്ഥല്ല കേട്ടോ, മറ്റേ എന്നുള്ള അർത്ഥമല്ല. ഇപ്പൊ തന്നെ തുറക്കണം എല്ലാ ഒഴിവുള്ളപ്പോഴൊക്കെ. റഹ്മുറാഹിമീൻ അല്ലാഹു തആല നമ്മുടെ സംഗമം ഒന്ന് പൊരുത്തപ്പെട്ട അമലായി അപാകതകളെല്ലാം അവൻ പരിഹരിച്ച് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഹസനാത്തായി അല്ലാഹു മാറ്റിമറിച്ച് നൽകട്ടെ. അങ്ങനെ അവന്റെ ഉന്നതന്മാരായ സ്വാലിഹ്യങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും റഹ്മുറാഹിമീൻ അല്ലാഹു എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ ജോലിക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ച ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുമുണ്ട്. റഹ്മുറാഹിമീൻ അല്ലാഹു ഇവർക്കൊക്കെ നല്ല വരുമാനമുള്ള ഹലാലായ നിരക്ക് നല്ല വരുമാനമുള്ള നല്ല സന്തോഷകരമായ ദീനീ പ്രവർത്തനത്തിന് സമയം കിട്ടുന്ന നിലക്കുള്ള നല്ല ജോലികൾ അവർക്കൊക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗങ്ങളായി ഷിഫാവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച പലരുമുണ്ട്. റഹ്മുറാഹിമീൻ അല്ലാഹുവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫാവ് നൽകണം റഹ്മാനെ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടുകാരൻ വെല്ലൂർ ഹോസ്പിറ്റലിലുള്ള അദ്ദേഹത്തിന് റഹ്മുറാഹിമീൻ അല്ലാഹുവിനെ ഷിഫ എളുപ്പമാക്കി തരുന്ന റഹ്മാനെ. മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പെട്ടെന്ന് ഷിഫ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്തിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. റഹ്മുറാഹിമീൻ അല്ലാഹുവിനെ ഷിഫ നൽകണം റഹ്മാനെ. ദീർഘായുസ്സിന്റെ പ്രായത്തിനായി ഞങ്ങൾക്കും ആഫിയത്തോടുകൂടെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ അവർ ഉദ്ദേശിച്ച ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ച എല്ലാ സംരംഭങ്ങളും അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിലായി നീ പൂർത്തിയാക്കി അവരുടെ കൈക്കായി തന്നെ അതെല്ലാം നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അതിനുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നീ നീക്കണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ഇപ്പൊ നാട്ടിലാണുള്ളത് അല്ലേ? നമ്മുടെ ഗവൺമെന്റ് നാട്ടിലാണ്. ആരാണ്? ജ്യേഷ്ഠന്റെ മകന് എന്തോ കടിച്ച് അല്പം സീരിയസ് ആയി ഹോസ്പിറ്റൽ ഐസിയുലാണ്. ദുആ ചെയ്യണം എന്ന് അറിയിച്ചിരിക്കുന്നു. കാവുമ്പടി ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകന് എന്തോ പിന്നെ വിഷമേൽക്കുന്ന പോലെ എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. റഹ്മുറാഹിമീൻ അല്ലാഹു നീ ഷിഫ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. നീ ഷിഫ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. നീ ഷിഫ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. നീ ബലാകളിൽ ക്ഷമിച്ചുകൊണ്ട് നിന്നോട് ഉത്തരം ദുആക്ക് ചോദിച്ചിട്ട് ദുആ ചെയ്ത് ഉത്തരം വാങ്ങി ആ ബലാഇന്റെ കൂലിയും ഉത്തരവും കൂടി കിട്ടുന്ന ഗുണം ഭാഗ്യം കിട്ടുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. എല്ലാ ബലാകളും നീ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. നീ അറിയാതൊരു ബലാവും ഉണ്ടാകുന്നില്ല. നീ സൃഷ്ടിക്കാതൊരു ബലാവും ലോകത്തുണ്ടാകുന്നില്ല.
റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ ആ സുഹൃത്തിന്റെ ആ സഹോദരന്റെ മകന് വന്നിട്ടുള്ള ആ ബലാ എത്രയും പെട്ടെന്ന് നീ ഉയർത്തിക്കളയാം റഹ്മാനെ. ഷിഫ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ആ കുട്ടിക്ക് ഷിഫാവിനെ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഏത് വിധത്തിലുള്ള ബലാഹുകളാണെങ്കിലും റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, ബലാ കൊണ്ട് നീ കൂടുതൽ ബുദ്ധിമുട്ടിക്കല്ല അല്ലാഹുവേ. നിന്റെ മഹ്ബായ ഫദ്ൽ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ജാഹ ബറക്കത്ത് കൊണ്ട് നീ എളുപ്പത്തിൽ ഷിഫാ നൽകണം റഹ്മാനെ. ഈ ക്ലാസുകളിൽ നിന്ന് ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികൾ, നിന്റെ താഅത്തിലായി ജീവിക്കുന്ന സജ്ജനങ്ങൾ, നീ തൗബ സ്വീകരിച്ചിട്ടുള്ളവർ, അവരുടെ ഹഖ് കൊണ്ട് റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, ആ സഹോദരന്റെ കുട്ടിക്ക് ഓംബടിസ്ഥാന്റെ സഹോദരന്റെ കുട്ടിക്ക് നീ ഷിഫാ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. اللهم ربنا تقبل منا مبتسم وتبين انك التواب الرحيم. مايك ودم. السلام عليكم ورحمه الله وبركاته.